സ്പാനിഷ് ജനതയുടെ വിശ്വാസവും സന്തോഷവും എന്നെ ഏറെ ആശ്വസിപ്പിച്ചു. തൻ്റെ ബുധനാഴ്ചത്തെ പൊതുസദസ്സിനിടെ ലിയോ പാപ്പ മാഡ്രിഡ്, ബാഴ്സലോണ, കാനറി ദ്വീപുകൾ എന്നിവിടങ്ങളിലേക്ക് നടത്തിയ തൻ്റെ അപ്പോസ്തോലിക സന്ദർശനത്തെക്കുറിച്ച് അനുസ്മരിച്ചു. ദൈവജനം അവരുടെ സന്തോഷകരമായ വിശ്വാസ പ്രകടനത്തിലൂടെയും സ്നേഹത്തിലൂടെയും എനിക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. വിശുദ്ധ പത്രോസിന് ചത്തുരത്തിൽ ജൂൺ 17 ബുധനാഴ്ച നടന്ന പ്രതിവാര പൊതുസദസ്സിലാണ് ലിയോ പാപ്പ ഈ നിരീക്ഷണം നടത്തിയത്. മാഡ്രിഡ്, ബാഴ്സലോണ, മോൺസെറാറ്റ് ആബി, കാനറി ദ്വീപുകൾ എന്നിവിടങ്ങളിലേക്ക് നടത്തിയ അപ്പോസ്തോലിക സന്ദർശനത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. 4 ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നീണ്ട പര്യടനത്തിന് ശേഷം സാമൂഹികവും സാംസ്കാരികവുമായ വലിയ മാറ്റങ്ങൾക്കിടയിലും ആവേശത്തോടും കേൾക്കാനുള്ള സന്നദ്ധതയോടും കൂടി തന്നെ സ്വീകരിച്ച പുരാതനവും അതിസമ്പന്നവുമായ കത്തോലിക്ക പാരമ്പര്യമുള്ള ഒരു യൂറോപ്യൻ രാജ്യത്താണ് ഇത്തവണ താൻ എത്തിയതെന്ന് പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചു. ഇതിനായി ലിയോ പാപ്പ ദൈവത്തോടും സ്പാനിഷ് ജനതയോടും രാജാവിനോടും സിവിൽ അധികാരികളോടും മെത്രാന്മാരോടും സഭാ സമൂഹങ്ങളോടും നന്ദി പറഞ്ഞു. വിശ്വാസികളെ സ്ഥിരപ്പെടുത്താനും റോമിലെ മെത്രാനെന്ന നിലയിൽ എല്ലാവിധ ഭിന്നതകളും സംഘർഷങ്ങളും തരണം ചെയ്ത് വൈവിധ്യങ്ങൾക്കിടയിലും എപ്പോഴും കൂട്ടായ്മയും സംവാദവും ഐക്യവും പ്രോത്സാഹിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് ലഭിച്ച അവസരത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു. ഇതാണ് പത്രോസിൻ്റെ പിൻഗാമിയുടെ യഥാർത്ഥ ശുശ്രൂഷ. സന്ദർശിച്ച രാജ്യങ്ങളിലെ സഭാപരവും സാമൂഹികവുമായ സാഹചര്യങ്ങൾക്കനുസൃതമായി ഓരോ അപ്പോസ്തോലിക സന്ദർശനങ്ങളിലും സവിശേഷമായ രീതിയിൽ വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷയാണിതെന്ന് പാപ്പ വിശദീകരിച്ചു. തൻ്റെ സ്പെയിൻ യാത്രയ്ക്കിടയിൽ എല്ലാ പ്രായത്തിലും സാഹചര്യങ്ങളിലുമുള്ള ആളുകൾ പാപ്പായുടെ സന്ദർശനത്തിനായി കാത്തിരിക്കുകയും വലിയ ഊഷ്മളതയോടെ തന്നെ സ്വീകരിക്കുകയും ചെയ്തെന്ന് താൻ സന്തോഷത്തോടെ വീക്ഷിച്ചതായി പാപ്പ പറഞ്ഞു. ഈ വസ്തുത ലഘുവായി കാണേണ്ട ഒന്നല്ല, മറിച്ച് ആഴത്തിലുള്ള ചിന്തയ്ക്ക് അർഹമായ ഒന്നാണ്. ഇത്തരമൊരു പങ്കാളിത്തം ഒന്നാമതായി സ്പാനിഷ് ജനതയുടെ വിശ്വാസത്തെയാണ് വ്യക്തമാക്കുന്നതെന്ന് പാപ്പ സമ്മതിച്ചു. അതേസമയം പ്രത്യയശാസ്ത്രപരമോ ഭാഗികമായ താൽപ്പര്യങ്ങളിലോ അധിഷ്ഠിതമല്ലാത്ത യഥാർത്ഥവും ആഴത്തിലുള്ളതുമായ ഒരടിത്തറയിൽ ഐക്യം കണ്ടെത്താനുള്ള പരക്കെയുള്ള ഒരാവശ്യകതയെയാണ് ഇത് വെളിപ്പെടുത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് അദ്ദേഹം തുടർന്നു. ആ അടിത്തറ ഉറപ്പാക്കാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ എന്നും ആവശ്യമായ സാംസ്കാരിക അനുരൂപണത്തിലൂടെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകാൻ കഴിയുന്ന സുവിശേഷത്തിന് മാത്രമേ അതിന് കഴിയൂ എന്നും ലിയോ പാപ്പ അടിവരയിട്ട് പറഞ്ഞു. കാരണം സുവിശേഷത്തിൻ്റെ സന്ദേശം ഈ 2 ആവശ്യങ്ങളോടും പൂർണ്ണമായി പ്രതികരിക്കുന്നു: സത്യത്തിനായുള്ള അന്വേഷണവും നീതിക്കായുള്ള ദാഹവും. മാഡ്രിഡിലെയും ബാഴ്സലോണയിലും ആരാധനക്രമപരമായ ആഘോഷങ്ങളും മോൺസെറാറ്റ് ആബിയിൽ വെച്ച് നടത്തിയ വിശുദ്ധ ജപമാല പ്രാർത്ഥനയും അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. ക്രിസ്തീയ രഹസ്യത്തെക്കുറിച്ച് ഏവരോട് സംസാരിക്കുന്ന കല്ലുകളുടെയും വെളിച്ചത്തിൻ്റെയും ഒരു സിംഫണിയായ മനോഹരവും പ്രതീകവുമായ സഗ്രാദ ഫാമിലിയയിലെ വിശുദ്ധ കുർബാന അദ്ദേഹം പ്രത്യേകം ഓർത്തു. പുരാതനവും ആധുനിക കത്തോലിക്ക പാരമ്പര്യവും സമകാലിക സംസ്കാരവും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച യൂറോപ്പിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ ഒരു ഭൂതകാല വസ്തുവായിട്ടല്ല, മറിച്ച് ജീവസുറ്റൊരു യാഥാർത്ഥ്യവുമായി അതിൻ്റെ വിലമതിക്കാനാവാത്ത സമ്പത്തായി നേരിട്ട് മനസ്സിലാക്കാൻ എന്നെ പ്രാപ്തനാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വികാരത്തോടെ ഇതിനെ ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ട ഒരു പൈതൃകം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. സമാധാനം, സമഗ്ര പരിസ്ഥിതി ശാസ്ത്രം, നീതിയുക്തവും സുസ്ഥിരവുമായ വികസനം, മനുഷ്യൻ്റെ അന്തസ്സിനുള്ള ബഹുമാനം തുടങ്ങിയ ഇന്നത്തെ ആഗോള ലോകത്തിൻ്റെ നിർണായക വെല്ലുവിളികളിൽ ഇത് നിക്ഷേപിക്കപ്പെടേണ്ടതുണ്ട്. ഈ വെല്ലുവിളികൾ 2ാം വത്തിക്കാൻ കൗൺസിൽ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുള്ളതാണെന്നും അതിനുശേഷമുള്ള സഭാധികാരികൾ ഇത് ആവർത്തിച്ചിട്ടുണ്ടെന്നും പാപ്പ വ്യക്തമാക്കി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിൽ മനുഷ്യ വ്യക്തിയെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള തൻ്റെ സ്വന്തം വിജ്ഞാപനമായ മഗ്നിഫിക്ക ഹ്യൂമാനിറ്റീസിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വഞ്ചനാപരമായ ഒരു വികസന മാതൃകയുടെ ദോഷകരമായ പ്രത്യാഘാതങ്ങളാൽ കഠിനമായി പരീക്ഷിക്കപ്പെടുന്ന ഇന്നത്തെ മാനവികതയ്ക്ക് പ്രത്യാശയുടെ സുവിശേഷം പാപ്പായുടെ ശബ്ദത്തിലൂടെ കേൾക്കേണ്ടതിൻ്റെ ആവശ്യകത വിവിധ കൂടിക്കാഴ്ചകളിലൂടെ ഞാൻ മനസ്സിലാക്കിയെന്ന് പാപ്പ കുറിച്ചു. താൻ കണ്ടുമുട്ടിയ പാവപ്പെട്ടവരുടെയും കുഞ്ഞുങ്ങളുടെയും മുഖങ്ങളിലെ
ചലനാത്മകത, കൂടിക്കാഴ്ചകൾക്കും മാതൃകപരമായ സാക്ഷ്യങ്ങൾക്കും പരിശുദ്ധ പിതാവ് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇടവകയിൽ വെച്ച് തൻ്റെ കത്ത് വായിച്ച കുട്ടി, തങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട പീഡനത്തിനിരയായവർ, ജയിലിൽ തനിക്കായി കാത്തിരുന്ന തടവുകാർ, ആശങ്കകളും ആഗ്രഹങ്ങളും നിറഞ്ഞ യുവാക്കൾ, കാനറി ദ്വീപുകളിലെ സ്വീകരണ കേന്ദ്രങ്ങളിലുള്ള കുടിയേറ്റക്കാർ എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. യാത്രയുടെ അവസാന ഘട്ടമായ കാനറി ദ്വീപുകളിലെ സന്ദർശനം തനിക്കൊരു സമഗ്രമായ ഒരു ഉൾക്കാഴ്ചയാണ് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു വശത്ത് ഈ ദ്വീപ സമൂഹത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും, മറുവശത്ത് പ്രധാനമായും ആഫ്രിക്കയിൽ നിന്ന് നിർബന്ധിതമായി പലായനം ചെയ്തെത്തുന്ന വൻതോതിലുള്ള കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്ന ഒരു പ്രാദേശിക സഭയുടെ യാഥാർത്ഥ്യവുമാണ് ഇതിന് കാരണം. കുടിയേറ്റം എന്നത് സങ്കീർണമായൊരു പ്രതിഭാസമാണെന്നും അതിൽ വ്യവസ്ഥാപിതവും ഏകോപിതവുമായ പ്രവർത്തന പദ്ധതികൾ ആവശ്യമാണെന്നും നമുക്കറിയാം. എന്നാൽ ഈ വ്യാഖ്യാനം തികച്ചും വ്യത്യസ്തവും വിശാലവുമായൊരു കാഴ്ചപ്പാടാണ് തുറന്നു തരുന്നത് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ലോകത്തിൽ സുവിശേഷത്തെ എങ്ങനെയാണ് നാം പുനർവായന നടത്തേണ്ടതെന്നും നമ്മുടെ അതത് സംസ്കാരങ്ങളുടെ സമ്മാനങ്ങളും പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ ഫലപ്രാപ്തിയിലൂടെ അവയിലുണ്ടാകുന്ന ഫലങ്ങളും പരസ്പരം എങ്ങനെ കൈമാറണമെന്നും മനസ്സിലാക്കാൻ ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. മനുഷ്യർ തമ്മിലും ജനതകൾ തമ്മിലുമുള്ള സംവാദമാണ് ഇതിൻ്റെ പ്രധാന ഫലങ്ങളിലൊന്ന് എന്ന് അദ്ദേഹം പറഞ്ഞു. സാഹോദര്യത്തിൻ്റെ മനോഭാവത്തിലുള്ള ഈ കൂടിക്കാഴ്ച പരസ്പരം മൂല്യങ്ങളെ കണ്ടെത്താനും വിലമതിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ പാത എളുപ്പമുള്ളതല്ല. ഇതിന് നല്ല മനസ്സും ദൈവത്തിൻ്റെ സഹായവും ആവശ്യമാണ്. എന്നാൽ ഇതാണ് സ്നേഹത്തിൻ്റെ സംസ്കാരത്തിലേക്ക് നയിക്കുന്ന പാത. അവസാനമായി ഈ യാത്രയുടെ ആപ്തവാക്യം നിങ്ങളുടെ നോട്ടം കർത്താവിലേക്ക് ഉയർത്തുവിൻ എന്നതായിരുന്നു എന്ന് ലിയോ പാപ്പ ഓർമ്മിപ്പിച്ചു. കൂടാതെ കർത്താവിലേക്ക് തങ്ങളുടെ നോട്ടമുയർത്താൻ അദ്ദേഹം എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. നന്ദി.